ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ചർച്ച ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈനിൽ വരുന്നതുവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി, ജയ ഗോപി ജന വല്ലഭ ജയോ ഗിരിവരധാരി, ജയോ ഗിരിവരധാരി. യശോദാനന്ദന ജയോ ഭജ ജനരഞ്ജന, ജയോ യശോദാനന്ദന ജയോ ഭജ ജനരഞ്ജന, ജയോ യമുന തീരവനചാരി, ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. बोलो खीर प्रेमदन हरिनाम संकीर्तन की जय. नमः. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരൈ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മമ ജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സർവമഗുരുനാഥം തം സജീവം സദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനേ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരഗതാദാമതായ നഗരഗ്രാമതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി നാമിനേ ശ്രീവാസുവാനവി ദേവി ദേവായ കൃപാപ്രിയ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തൈ ദീനതാരിണി രൂപാനുഗവിതസിദ്ധാന്തമന്ദാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തൈ പ്രലംബസാംബോധി പദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമ്നേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായതേ ഗൗരാവിർഭാവഭൂമേസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവോം ശ്രീജഗന്നാഥായ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമേ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഉപേക്ഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ.
ജയതാം സുരതോ പങ്കോർമമ മന്ദമദീർഘതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനം ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ കൃഷ്ണാരവിസ്മരണം ശ്രീമന്ദാസരസാരംഭീവം ശ്രീവരത്തരസ്ഥിതാകർഷൻ വേണുസ്വനേർഗോപിനാഥ ശ്രീസ്തം തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാരം സ്വരേദേവ് പ്രണമാമി ഹരി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम राम हरे. मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. ഹരേ കൃഷ്ണ. ഭക്തർക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. 10-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ പൂർത്തീകരിച്ചു. ഈ 11-ാമത്തെ അധ്യായത്തിൽ ഒരു 42 ശ്ലോകങ്ങളുണ്ട്. പറ്റുന്നിടത്തോളം നമുക്കിന്ന് കവറപ്പ് ചെയ്യാൻ നോക്കാം. മൈത്രേയ ഉവാച ചരമാ ഷഡ്വിശേഷണാം അനേക അസംയുതാ സദാ പരമാണു സവിജ്ഞേയോ നൃണാം ഐക്യഭ്രമോ യഥാ. ഇവിടെ മൈത്ര ഋഷി പറയുകയാണ്, സൃഷ്ടിയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പരമാണു, ആറ്റം എന്ന് നമ്മൾ പറയത്തില്ലേ. ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ സയൻസ് അവരൊക്കെ പറയുന്നു അവരാണ് അതൊക്കെ കണ്ടുപിടിച്ചതെന്ന്. പക്ഷേ ഭാഗവത്തിൽ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ഈ പ്രപഞ്ചം, അതിനെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ, വിഭജിക്കുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് പരമാണു. ഇത് നമ്മൾ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് പരമാണു ആർക്കും കാണാൻ കഴിയില്ല. നമ്മുടെ ഈ രൂപം എല്ലാം പൂർണ്ണമായിട്ടും മാറിയാലും ആ പരമാണു എന്ന് നിലനിൽക്കുന്നു. അതായത് നമ്മുടെ ഈ ഭൗതിക ശരീരം പല പല പരമാണുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനെ പല വ്യക്തികളും മനസ്സിലാക്കുന്നില്ല എന്ന് ആര് പറയുന്നു? മൈത്ര ഋഷി പറയുന്നു. അന്നേരം ഇവിടെ ശ്രീല പ്രഭുപാദജി പറയുന്നു, ഈ പരമാണുവിനെ കുറിച്ച് ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നു. കുറഞ്ഞ പക്ഷം ഒരു 5000 വർഷം മുമ്പെങ്കിലും അതിനെക്കുറിച്ചു കനാദ ഋഷി പരമാണുവാദ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. അന്നേരം മോഡേൺ സയൻസ് അനുസരിച്ചും പരമാണു എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു ഘടകമാണ് ഏതൊരു വസ്തുവിൻ്റെയും. അതായത് ഏതൊരു വസ്തുവിനെയും നമ്മൾ ഖണ്ഡിച്ച് അതിനെ ചെറുതാക്കുകയാണെങ്കിൽ അതിനെ ഒരു പരമാണുവിനപ്പുറം ചെറുതാക്കാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ട്രക്ചറാണ് ഏതൊരു വസ്തുവിൻ്റെയും. അത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അന്നേരം ആ പരമാണു കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അന്നേരം ശ്രീല പ്രഭുപാദജി ഇവിടെ പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു സമുദ്രം തന്നെയാണ്. എല്ലാ അറിവുകളും ഇതിനകത്തുണ്ട്, സയൻസ് ആണെങ്കിൽ പോലും. എന്നിട്ട് ഇവിടെ പ്രഭുപാദജി പുതിയൊരു കാര്യം പറയുന്നു, ഈ പരമാണു തന്നെയാണ് സമയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ രൂപം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. അന്നേരം ഇവിടെ പറയുന്നു, കാലശക്തിയുടെ ഏറ്റവും സൂക്ഷ്മ രൂപമാണ് പരമാണു എന്ന് പറയുന്നത്. ഇതെന്താണ് നമുക്ക് മുന്നോട്ടുള്ള ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അടുത്ത ശ്ലോകം, സദാ ഏവ പദാർത്ഥസ്യ
സ്വരൂപവസ്ഥിതസ്യ യത് കൈവല്യം പരമമഹാൻ അവിശേഷോ നിരന്തര. ഇവിടെ പറയുന്നു, പരമാണു തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അവസാനത്തെ രൂപം. അവരെല്ലാവരും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഒരു രൂപത്തെ നിർമ്മിക്കപ്പെടുന്നത്. അതായത് ഇപ്പം മനുഷ്യ ശരീരത്തെ നിർമ്മിക്കുന്നത് ഒരു കൂട്ടം പരമാണുവാണ്, മരങ്ങളെ നിർമ്മിക്കുന്നത് ഒരു കൂട്ടം പരമാണുവാണ്. അന്നേരം നമ്മൾ ഈ കാണുന്ന എല്ലാ രൂപങ്ങളും, നമ്മുടെ വീടാണെങ്കിലും എല്ലാ വസ്തുവകകളും, ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പരമാണു വെച്ചിട്ടാണ്. അന്നേരം പരമാണുക്കളെല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോഴാണ് ഒരു രൂപം നിർമ്മിതമാകുന്നത്. അന്നേരം ഈ പരമാണു എല്ലാം രൂപമില്ലാതിരിക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും. അതായത് എല്ലാ രൂപങ്ങളും പരമാണുക്കളായിട്ട് മാത്രം മാറി നിൽക്കുകയാണെങ്കിൽ, കൂടിച്ചേരാതെ നിൽക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. ഇവിടെ പറയുന്നു, ഭൗതികപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളായിട്ട് കാണുന്നു, പക്ഷേ ഇതെല്ലാം പരമാണു വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ആര് പറയുന്നു? മൈത്ര ഋഷി പറയുന്നു. എന്തിനാണ് മൈത്ര ഋഷി ഇത് പറയുന്നത്? സൃഷ്ടിയെക്കുറിച്ചുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഏവം കാലോപി അനുമിത സൗക്ഷ്മേ സ്ഥൗല്യേ ച സത്തമ സംസ്ഥാനഭുക്ത്യാ ഭഗവാൻ അവ്യക്തോ വ്യക്തഭുക്വിഭോ. ഇത് തന്നെയായിരുന്നു ഞാൻ ഇന്നലെ വേറൊരു ഗ്രൂപ്പിന് സത്സംഗം എടുക്കുമായിരുന്നു. നമ്മുടെ സത്സംഗത്തിലുള്ള ഗ്രൂപ്പല്ല, വിദേശത്തുള്ളൊരു ഗ്രൂപ്പിന്. അന്നേരം അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, വൈദിക സംസ്കാരം വെച്ച് നോക്കുമ്പോൾ മോഡേൺ സയൻസും നമ്മുടെ എന്തോ പറയുന്ന ആധ്യാത്മികതയും വേറെ വേറെ അല്ലായിരുന്നു, ഒന്ന് തന്നെയായിരുന്നു, ഒരേപോലെ പോകുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ പിന്നെ ഞാനത് പറഞ്ഞു, റോമൻ ആ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ആ സമയത്ത്, ആ റോമൻ എംപയർ വന്ന ആ സമയത്ത് അവിടെ പള്ളികൾ ഒരുപാട് ചൂഷണം ചെയ്യാൻ തുടങ്ങി സാധാരണ ജനങ്ങളെ. അതിനെതിരെ ഒരു വിദ്വേഷം സാധാരണ ജനങ്ങളുടെ ഇടയിൽ, ഒരു വിപ്ലവം പൊങ്ങി വന്നു. അതിനോടൊപ്പം തന്നെ അതേ സമയത്ത് തന്നെയായിരുന്നു ഈ 17-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടുകളിലാണ് ഈ സയൻറ്റിഫിക് റിസർച്ച് കൂടുതൽ ശക്തമായി തുടങ്ങിയത്. അപ്പോഴൊക്കെ അവർ സയൻറ്റിഫിക് ഇൻവെൻഷനിലൂടെ ഈശ്വരൻ ഇല്ല എന്നുള്ളൊരു സിദ്ധാന്തത്തിലേക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം പള്ളിയിലുള്ള അവരൊക്കെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത്. അവർ ഈശ്വരൻ്റെ പേരിൽ സാധാരണ ജനങ്ങളെയും രാജ്യാധികാരമൊക്കെ പിടിച്ചു വയ്ക്കുന്ന ഒരു സമയമായിരുന്നു. അന്നേരം അങ്ങനെയാണ് സയൻസ് വേറെ ആയിട്ട് മാറിയത്. പക്ഷേ പിന്നെ ഇപ്പോഴും നമ്മൾ സയൻസ് നോക്കുകയാണെങ്കിൽ അവർ ടെക്നോളജിയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതും ടെക്നോളജി എന്തിനു വേണ്ടിയുള്ള ടെക്നോളജി? എങ്ങനെ നമുക്ക് സുഖമായിട്ടിരിക്കാം, നന്നായി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ട്രാവൽ ചെയ്യാം, കൂടുതൽ യാത്രകൾ ബെറ്റർ ആക്കാം, തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിൽ മാത്രമാണ് ടെക്നോളജി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇനി നമ്മുടെ സോഴ്സ് അന്വേഷിക്കുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അവർ അവരുടേതായിട്ടുള്ള ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതും നമ്മുടെ ഈ ശരീരത്തിൻ്റെ സ്ട്രക്ചറൊക്കെ അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൂടെ അവർ കണ്ടെത്തുന്ന നിഗമനങ്ങൾ അത് കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് കൂടുതൽ. അന്നേരം ആധികാരികമായിട്ടുള്ള ഒരു, പക്ഷേ അവർ അത് അവരുടെ വഴി നടക്കട്ടെ. പക്ഷെ അവർ ഈശ്വരനെ കുറിച്ച് പറയാനുള്ള അധികാരം, ഈശ്വരൻ ഇല്ല എന്ന് പറയാനുള്ള അധികാരം അവർക്കില്ല. കാരണം നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ട് വേണ്ടേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ. അന്നേരം ഇവർ ആധികാരികമായിട്ടൊരു ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ശിക്ഷണങ്ങൾ സ്വീകരിക്കുന്നില്ല, ഗ്രന്ഥങ്ങൾ വായിക്കുന്നില്ല. എന്നിട്ട് അവരുടെ ഊഹാപോഹങ്ങളനുസരിച്ച് അവരുടെ സയൻറ്റിഫിക് ഇൻവെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് അവരുടെ കാര്യം. പക്ഷേ അതിനോടൊപ്പം അവർ പറയുന്ന ഈശ്വരൻ ഇല്ല എന്നും ഈ മതാചാര അനുഷ്ഠാനങ്ങളെല്ലാം തെറ്റാണ്, അത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നു. അത് തെറ്റാണ്. കാരണം അവർ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാതെ അവർക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക? നമ്മൾ ഏതൊരു കാര്യത്തിനെക്കുറിച്ച് ഒരു വിമർശനം നടത്തുമ്പോൾ ആദ്യം ആ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കണ്ടേ?
ഇവരതിലോട്ടൊന്നും ഇറങ്ങാതെ പുറമേ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇനി മൈത്രി ഋഷി പറയുന്നു, സമയത്തെ നമുക്ക് ഏവം കാലോപി അനുമിത സൗക്ഷ്മേ സ്ഥൗല്യേച്ച സത്തമ സംസ്ഥാനഭുക്തിയ ഭഗവാൻ അവ്യക്തോ വ്യക്തഭൂവിഭു. എന്നാൽ ഇനി ഇവിടെ മൈത്രി ഋഷി പറയുന്നു, സമയത്തിൻ്റെ ഒരു അനുമാനം നമുക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ? ഈ പരമാണുക്കൾ തമ്മിൽ ചേർന്ന് ഒരു രൂപം നിർമ്മിതമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമയത്തെ കണക്കിലെടുക്കാം എന്നാണ് മൈത്രി ഋഷി പറയുന്നത്. അതായത് ഒരു കൂട്ടം പരമാണുക്കൾ ചേർന്ന് ഒരു രൂപമാകുന്ന ആ സമയം, അതിനെയാണ് സമയം എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുക എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്നു, എന്നിട്ട് അത് ഒരു കുഞ്ഞായിട്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ അത് ഒരു കൂട്ടം പരമാണുക്കളായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, അന്നേരം ഒരു കൂട്ടം പരമാണു ഒരു മനുഷ്യ ശരീരം ആയിട്ട് ഇത്രയും വർഷം നിൽക്കുന്നു. എന്നിട്ട് എപ്പോഴാണോ ആ പരമാണു ആ ശരീരമല്ലാതെയാകുന്നത്, അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ്റെ ആയുസ് തീർന്നു. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തലയുടെ മേളിൽ കൂടെ പോകും, തലയുടെ മേളിൽ ബൗൺസേഴ്സ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കും, ഇത് കുറച്ച് ടെക്നിക്കൽ സബ്ജക്റ്റാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കും എല്ലാവരും. അതായത് നമ്മളൊരു വ്യക്തിയെ ഒരു പേരിൽ സംബോധന ചെയ്യുന്നു. എപ്പോഴാണ്? ജനനം മുതൽ മരണം വരെ. അന്നേരം ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ആ ശരീരത്തിന് നമ്മളൊരു പേര് നൽകുന്നു. ശരീരത്തിന് കൊടുക്കുന്ന പേരാണല്ലോ, അല്ലേ? എന്നിട്ട് ആ പേര് ആ ശരീരവുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്നു. എത്ര നാൾ ആ കുട്ടി വലുതായി യൗവനാവസ്ഥയിലെത്തി, അല്ലെങ്കിൽ എപ്പോഴാണോ മരണം സംഭവിക്കുന്നത്. മരണം എന്ന് പറയുമ്പോൾ എന്താണ്? ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പോകുന്നു. അന്നേരം ആത്മാവിനെ സമയം ബാധിക്കുന്നില്ല. സമയം ബാധിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ വസ്തുവകകളിൽ മാത്രമേ കാലശക്തി ഒരു പ്രഭാവം ചെലുത്താറുള്ളൂ. അന്നേരം കാലശക്തി പ്രവർത്തിക്കുന്നത് പരമാണുവിൽ മാത്രമാണ്. അന്നേരം ഏതൊരു രൂപത്തിൻ്റെയും അവസാനത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പരമാണുവാണ്. അതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കമൻസിലിടാം. അതായത് ഇപ്പോൾ ഒരു ടേബിൾ ആണെങ്കിലും ചെയർ ആണെങ്കിലും മനുഷ്യ ശരീരമാണെങ്കിലും ഇതിനെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരമാണു വെച്ചിട്ടാണ്. പരമാണു എന്ന് പറയുന്നത് ഏതൊരു വസ്തുവിൻ്റെയും അവസാനത്തെ ഘടകമാണ്. അതിനപ്പുറം അതിനെ കട്ട് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് പരമാണുവാണ്. അന്നേരം കാലശക്തി പ്രവർത്തിക്കുന്നത് പരമാണുവിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഈ ശരീരത്തിൻ്റെ മുകളിൽ മാത്രമല്ലേ പരമാണു പ്രവർത്തിക്കുകയുള്ളൂ, അതിനപ്പുറം അത് പ്രവർത്തിക്കത്തില്ല. അന്നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ആത്മാവ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മാവ് ഉണ്ടെങ്കിൽ പോലും ആത്മാവിൻ്റെ മുകളിൽ കാലശക്തി പ്രവർത്തിക്കത്തില്ല. കാലശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനെയും നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? എല്ലാത്തിനെയും നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ആപ്പിൾ എടുത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ അത് നശിച്ചു, 2 ദിവസം, അങ്ങനെ കൂടുതൽ അത് നശിച്ച് പോവുകയാണ്, അല്ലേ? അന്നേരം ആ ആപ്പിളിനകത്തുള്ള പരമാണു ഈ പ്രപഞ്ചത്തിലുള്ള മറ്റ് പരമാണുകളുമായിട്ട് ചേരുകയാണ്. അതിൻ്റെ എത്ര പരമാണുക്കളാണോ ആ ആപ്പിളായിട്ട് ഇരുന്നത്, അതിലെ പരമാണുക്കൾ അതിൽ നിന്ന് മാറുകയാണ്. അന്നേരം അതിൻ്റെ രൂപം മാറി. അന്നേരം അതേപോലെ ഈ മനുഷ്യ ശരീരവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മരണം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തെ നമ്മൾ ആ ഒരു പേരിൽ സംബോധന ചെയ്യുന്നുണ്ടെങ്കിലും
എത്രത്തോളം കാലം ആ ശരീരത്തെ നിർമ്മിക്കുന്ന പരമാണു ആ ശരീരമായിട്ട് നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം മാത്രമേ ആ ശരീരത്തെ ആ പേര് വിളിക്കാൻ നമുക്ക് പറ്റൂ. പക്ഷെ എപ്പോഴാണോ ആ പരമാണുക്കൾ ആ ശരീരത്തിൽ നിന്നും ആ ശരീരത്തിൻ്റെ രൂപത്തിൽ നിന്നും വേറൊരു രൂപത്തിലേക്ക് മാറിയത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചമായിട്ട് ചേരുന്നത്, മറ്റു പരമാണുക്കളുമായിട്ട് ചേരുന്നത്, ആ രൂപത്തിൽ നിന്ന് മാറുന്നത്, പിന്നെ അന്നേരം ആ ശരീരത്തിന് ഒരു പ്രസക്തിയില്ല. അപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരം മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചഭൂതം മണ്ണ്, ജലം, വായു, അഗ്നി എല്ലാം കൂടെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഇതിലെ മണ്ണായിട്ടുള്ള ഭാഗം മണ്ണുമായിട്ട് ചേരുന്നു, ജലം ജലമായിട്ട് ചേരുന്നു, വായു വായുവായിട്ട് ചേരുന്നു, അഗ്നി അഗ്നിയായിട്ട് ചേരുന്നു. പിന്നെ നമ്മളില്ല, അത്രയേ ഉള്ളൂ. ആത്മാവുണ്ട്, ശരീരമില്ല. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, പഞ്ചഭൂതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ അതിൻ്റേതായിട്ടുള്ള തത്വമായിട്ട് ലയിച്ച് ചേരും. അതാണ് ഇവിടെ പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? അന്നേരം ഈ സമയം എന്ന് പറയുന്ന ആ ശക്തി, ഭഗവാന്റെ ശക്തി, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളെയും രൂപാന്തരപ്പെടാൻ നിർബന്ധിപ്പിക്കുന്നു. അതായത് നമ്മളൊന്നും ചെയ്യാതെ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ പരമാണുക്കളും നശിച്ചുകൊണ്ടേയിരിക്കും. നശിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, പരമാണു എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഈ രൂപമായിട്ട് നിൽക്കുന്ന പരമാണു വേറൊരു രൂപമായിട്ട് മാറും. അതുകൊണ്ട് ഈ ശരീരത്തിനകത്തുള്ള പരമാണുവിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അന്നേരം ഇതിനകത്തുള്ള പരമാണു ഈ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും നിൽക്കത്തില്ല. അന്നേരം ഈ ഉള്ളിലുള്ള പരമാണുക്കൾ എപ്പോഴും വേറൊരു രൂപമായിട്ട് മാറാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഓരോ നിമിഷവും നമ്മുടെ സെല്ലുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അന്നേരം നമ്മൾ ആ എനർജിയെ നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്ന? ഭക്ഷണത്തിലൂടെയും വായുവിലൂടെയും. എന്തിനാണ്? നമ്മുടെ ശരീരത്തിനകത്ത് ഈ ശരീരമാകുന്ന ഈ ശരീരത്തെ നിർമ്മിക്കുന്ന പരമാണു, ഈ ശരീരത്തിൻ്റെ ഈ സ്ട്രക്ചറിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. കാരണം ഇതിനകത്തുള്ള ആ പരമാണു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ രൂപം ഇങ്ങനെയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താവും? ശരീരം ശോഷിച്ചു പോകും. എന്തുകൊണ്ട്? അതിൻ്റെ ആ പരമാണു നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാണുവിനെ നിലനിർത്താൻ പറ്റുന്നില്ല. നോക്കണേ, എത്ര വിചിത്രമാണെങ്കിലും നമ്മൾ നമ്മുടെ ഈ ശരീരത്തെ ഇത്രയും സ്നേഹിക്കുന്നു, പക്ഷേ അത് പല പല പരമാണുക്കളുടെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് നമ്മുടെ ഈ ശരീരം. ഒന്ന് ആലോചിച്ചു. അന്നേരം സമയത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ സമയത്തെ നമുക്ക് അളക്കാൻ പറ്റും. എങ്ങനെ? സമയം എങ്ങനെയാണ് ഒരു പരമാണുവിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു പരമാണുവിനെ എങ്ങനെയാണ് അത് രൂപാന്തരപ്പെടുത്തുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമയത്തെ അളക്കാൻ കഴിയും എന്നാണ് മൈത്ര ഋഷി പറയുന്നത്. കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയത്തെ അളക്കുന്നത്? പകലും രാത്രിയുടെ അടിസ്ഥാനത്തിൽ. ഒരു മാതാജി പറഞ്ഞത്, കാലശക്തി ചേഞ്ചസ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. എവറി ആറ്റം ഗെറ്റ്സ് merged with the atom. എവറി മൂവ്മെന്റ് ദിസ് പ്രോസസ് കീപ്സ് on. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൽ സമയത്തെ നമ്മൾ എങ്ങനെ അളക്കുന്നത്? ഇന്നൊരു ദിവസമായി, നാളെ ഒരു ദിവസം. എന്താണ് ഈ ദിവസ കണക്കെന്ന് പറഞ്ഞാൽ? സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? പിന്നെ പകൽ രാത്രി, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കാലശക്തിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പരമാണുവിനെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ശരീരത്തെയും, ഒരു മനുഷ്യൻ നമ്മൾ വൃദ്ധാവസ്ഥയിലേക്ക് എത്തി എന്ന് എപ്പോഴാണ് പറയുന്നത്? നമ്മുടെ ഭക്ഷണം കഴിച്ചാലും അത് ദഹിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ, ആ ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോൾ നമ്മൾ വൃദ്ധാവസ്ഥയിലേക്ക് പോകും. ഭക്ഷണം ദഹിക്കത്തില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് ദഹനം കുറയും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പരമാണുക്കൾ കൂടുതൽ കൂടുതൽ നശിച്ചുകൊണ്ടേയിരിക്കും. പുതിയ പരമാണു ഈ ശരീരത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്നില്ല.
അന്നേരം ഈ ശരീരത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിലനിൽക്കുക. അന്നേരം ഇങ്ങനെ ക്ഷയിച്ച് ശോഷിച്ച് ഇങ്ങനെ പോകും. ഓക്കെ, അന്നേരം അതാണ് കാലശക്തി. അന്നേരം കാലശക്തി നമ്മുടെ ശരീരത്തെ വളരെ വേഗതയിൽ നമ്മുടെ ശരീരത്തിൻ്റെ പരമാണുക്കളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ പരമാണുവിൽ ഒരു സമയം എങ്ങനെയാണോ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമയത്തെ അളക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതാണ് ഇവിടെ പറയുന്നു. നമുക്ക് സമയത്തെ അളക്കാൻ പറ്റുന്നത് പരമാണുക്കൾ അതെങ്ങനെയാണ് വേറൊരു രൂപത്തിലേക്ക് മാറുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമയത്തെ അളക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് പരമാണുക്കൾ ഒരു രൂപമായിട്ട് നിൽക്കുന്നു, ആ രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമയത്തെ അളക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയാണോ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കാലശക്തിയിലൂടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭഗവാന്റെ ശക്തിയെ മനസ്സിലാക്കാൻ പറ്റും. അന്നേരം പല ആൾക്കാരും പറയും, ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പ്രപഞ്ചം നശിച്ചുകൊണ്ടിരിക്കുന്നു, മരണം സംഭവിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഭഗവാൻ. ഭഗവാന്റെ കാലശക്തിയാണ് പകലും രാത്രിയും എല്ലാം സൃഷ്ടിക്കുന്നത്. സൂര്യൻ ഉദിക്കാൻ നിർബന്ധിതനാകുന്നതും അസ്തമിക്കാനും സൂര്യൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു, ഗ്രഹവ്യൂഹങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരു ടൈം തുടർച്ചയായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ടൈമാണ് ഈശ്വരൻ. 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സകാല പരമാണുർവൈ യോ ഭുങ്ക്തേ പരമാനുതം സതോ വിശേഷഭുഗ്യസ്തു സകാല പരമോ മഹാൻ. ഈ 4-ാമത്തെ ശ്ലോകം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പ്രത്യേകിച്ച് സയൻസ് സ്റ്റുഡൻസിന്. നമ്മുടെ സത്സംഗത്തിൽ ഒരുപാട് സയൻസ് സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സയൻറ്റിസ്റ്റ് ഉണ്ട്. അതായത് ഈ 4-ാമത്തെ ശ്ലോകം, ഈ ഒരു അധ്യായം പ്രത്യേകിച്ച് നമ്മുടെ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ള ഭക്തർക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഗ്രൂപ്പുമായിട്ട് ഷെയർ ചെയ്യാം. ഏതാണ്? 3-ാമത്തെ സ്കന്ധത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം. അന്നേരം സമയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ രൂപം എന്ന് പറഞ്ഞാൽ പരമാണു എന്നാണ് പറയുന്നത്. സകാല പരമ അണു. അന്നേരം കാലം 2 രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, പരമാണുവായിട്ടും സമയം പ്രവർത്തിക്കുന്നു. അതായത് ഏറ്റവും സൂക്ഷ്മ രീതിയിൽ പരമാണു കാലം പ്രവർത്തിക്കുന്നു. എങ്ങനെ? അതിനെ ആറ്റോമിക് ടൈം എന്ന് പറയുന്നു. എന്താണ് ഈ ആറ്റോമിക് ടൈം? ഒരു പരമാണുവിൻ്റെ മുകളിൽ ഒരു കാലശക്തി പ്രവേശിക്കുന്ന ആ സമയത്തെയാണ് പരമാണു സമയമായിട്ട് പറയുന്നത്. അതായത് കാലശക്തി എന്താണ് ചെയ്യുന്നത്? കാലശക്തി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവകകളെയും അതിൻ്റെ രൂപത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാലശക്തി എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. കാലം എന്ന് പറഞ്ഞാൽ നാശം, എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു പരമാണുവിൻ്റെ മുകളിൽ കാലശക്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ പരമാണു നശിക്കും. അന്നേരം ഇവിടെ പറയുന്നത്, അന്നേരം കാലശക്തിക്ക് വേറെ ഒരു ലക്ഷ്യമില്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുക എന്നതാണ്. അന്നേരം ഒരു സൈഡിൽ കൂടെ കാലശക്തി എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം.
അതാണ് ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്റ് കാലവുമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഭക്തർക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതുകൊണ്ടാണ് ഭക്തർ, നമ്മൾ നാമം ജപിക്കാത്ത വ്യക്തികളെല്ലാവരും ഓരോ സൂര്യോദയവും സൂര്യാസ്തമയവും കഴിയുമ്പോൾ, ഒരു ദിവസം കഴിയുമ്പോൾ അവർ മരണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭക്തർക്ക് മരണമില്ല. എന്തുകൊണ്ട്? ശരീരം നശിക്കുന്നു, പക്ഷെ അവരുടെ വ്യക്തിത്വം, അസ്തിത്വം നഷ്ടപ്പെടുന്നില്ല. അവർ ഭക്തിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്തിയിലില്ലാതെ അവർ എന്ത് ചെയ്താലും അതെല്ലാം നശിച്ചുകൊണ്ടേയിരിക്കും. അവർ നേടിയെടുത്ത നേട്ടങ്ങൾ, അവരുടെ പദവിയാണെങ്കിലും എല്ലാം നശിച്ചുകൊണ്ടേയിരിക്കും. അതൊന്നും നിലനിൽക്കത്തില്ല. അന്നേരം കാലശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം എന്നാണ്. ഒരു കാലശക്തിയുടെ പ്രഭാവത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാം നശിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം ഭക്തിയിലില്ലാത്തവരുടെ എല്ലാ നേട്ടങ്ങളെയും അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം ഇവിടെ പറയുന്നത് ഒരു പരമാണു സമയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരമാണു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ശരീരത്തിൽ, എൻ്റെ ശരീരത്തിൽ എത്രയോ പരമാണുക്കളുണ്ട്. അതിലെ ഒരു പരമാണുവിൻ്റെ മുകളിൽ കാലശക്തി ആവരണം ചെയ്യുമ്പോൾ അതിനെ പരമാണു സമയം എന്ന് പറയും. അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, കാലം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയാണ്, ഒരു എനർജിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വായു അല്ലേ? ഇപ്പോൾ വായു മെല്ലെ മെല്ലെ ഒരു മുറിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അന്നേരം ഇപ്പോൾ ഒരു വായുവിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എടുക്കാം, ജലം അല്ലേ? അല്ലെങ്കിൽ വേറെ വായുവിൻ്റെ തന്നെ ഉദാഹരണം എടുക്കാം. ഇപ്പോൾ വളരെ പോയ്സണസ് ആയിട്ടുള്ള, വളരെ വിഷമുള്ള ഒരു വായു ഒരു മുറിയിലേക്ക് പ്രവേശിക്കുകയെന്നിരിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഇപ്പോൾ ഒരു മുറിയിൽ കുറേ പേരിരിക്കുകയാണ്. ഒരു വലിയൊരു മുറിയാണ്. വലിയൊരു മുറി ഇരിക്കുകയാണ്. ഒരു 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മുറി. അതിൻ്റെ ഉള്ളിൽ വളരെ വിഷമുള്ള ഒരു ദ്രാവകം ആരോ അതിനകത്ത് സ്പ്രേ ചെയ്തു എന്നിരിക്കട്ടെ. അന്നേരം ആ വിഷമായിട്ടുള്ള ദ്രാവകം മെല്ലെ മെല്ലെ ആ മുറിയുടെ ഉള്ളിലുള്ള എല്ലാവരുടെ ഉള്ളിലേക്കും പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ മുറിയിൽ എവിടുന്നാണോ ആ വായു പ്രവേശിക്കുന്നത്, ആ പ്രവേശിക്കുന്നതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും ആദ്യം ആ ദ്രാവകത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. എന്നിട്ട് ആ മുറിയിൽ ഏറ്റവും അവസാനം ആരാണോ ഇരിക്കുന്നത്, ആ വ്യക്തിക്കായിരിക്കും ഏറ്റവും അവസാനം ആ ദ്രാവകത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാവുന്നുണ്ടോ ഭക്തർക്ക്? അതായത് ഒരു വലിയ മുറി, അതിൽ 100 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മുറിയാണെന്നിരിക്കട്ടെ. എന്നിട്ട് പെട്ടെന്ന് ഏതോ ഒരു തീവ്രവാദി, എന്തോ ഒരു ടെററിസ്റ്റ് ഒരു വലിയ വിഷബാധ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക്, ഒരു പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസ് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചു എന്നിരിക്കട്ടെ. അന്നേരം ആ വായു ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അന്നേരം ആദ്യത്തെ വ്യക്തിയിലേക്ക് ആ വായു പ്രവേശിച്ചു, ഉടനെ ആ വ്യക്തി ബോധം കെട്ടു. രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പ്രവേശിച്ചു, മൂന്നാമത്തെ വ്യക്തിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മൊത്തത്തിൽ ആ 100ാമത്തെ വ്യക്തിയിലേക്ക് ബാധിച്ചു കഴിയുമ്പോൾ 100ാമത്തെ വ്യക്തിയും ബോധം കെട്ടു വീഴും. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഇതേ ഉദാഹരണം ഓരോ വ്യക്തികളെയും പരമാണുവായിട്ട് നമുക്ക് സങ്കല്പിക്കാം, ആറ്റംസ് ആയിട്ട്. 100 ആറ്റംസ്. എന്നിട്ട് ഈ വിഷം നിറഞ്ഞ ഗ്യാസ്, പോയ്സണസ് ഗ്യാസ് എന്ന് പറയുന്നത് കാലശക്തിയാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അന്നേരം ആദ്യത്തെ വ്യക്തിയിലേക്ക് ഈ കാലശക്തി പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ആറ്റം നശിച്ചു, രണ്ടാമത്തെ ആറ്റം നശിച്ചു, മൂന്നാമത്തെ ആറ്റം നശിച്ചു, അങ്ങനെ 100 ആറ്റവും കൂടെ നശിച്ചു. ഇപ്പം ക്ലിയർ ആയോ? അന്നേരം പരമാണു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമാണുവിലേക്ക് കാലശക്തി പ്രവേശിക്കുമ്പോൾ അതിനെ ആണ് പരമാണു സമയം എന്ന് പറയുന്നത്.
ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു പരമാണുവിനെ നശിപ്പിക്കുന്ന സമയം, അതിനെയാണ് പരമാണു സമയം എന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് മൊത്തത്തിൽ ഇത് 100 പരമാണുവിനെ കൂടെ നശിപ്പിക്കുമ്പോൾ എന്തായി? അതും പരമാണു സമയമാണ്. ഒരു 100 പരമാണുവിനെ നശിപ്പിക്കാൻ എടുക്കുന്ന സമയം. എത്ര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇനിയാണ് അടുത്ത ഡേഞ്ചറസ് പോയിന്റ്. നമ്മുടെ ശരീരം മൊത്തത്തിൽ പരമാണു കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ പരമാണും ഓരോ സെക്കൻഡിലും ഓരോ മൈക്രോ സെക്കൻഡിലും ടെക് ഒരു പരമാണു നശിച്ചു, ടെക് അടുത്ത പരമാണു നശിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഈ ശരീരം നശിക്കാനായിട്ട് ഒരു പരമാണു ടൈം ഉണ്ട്. ഒരു പരമാണു ടൈം എന്താണ്? ഒരു പരമാണുവിനെ നശിപ്പിക്കാൻ എടുക്കുന്ന സമയം. ഇനി ഈ ശരീരം മൊത്തത്തിൽ പരമാണു കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും പരമാണു വെച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. ലിവർ പല പല പരമാണുക്കൾ വെച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. കിഡ്നി, ഹാർട്ട് എല്ലാം. എങ്ങനെയുണ്ട്? നല്ല ഭയം തോന്നുന്നില്ലേ? അന്നേരം ഒരു ക്ലോക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, ടെക് 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 ടെക്. അന്നേരം നമ്മുടെ ശരീരത്തിലെ ഓരോ പരമാണുവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എപ്പോഴാണോ ഒരു ഓർഗന്റെ എല്ലാ പരമാണുക്കളും ഏകദേശം പ്രവർത്തനരഹിതമായ ആ ഓർഗൻ അടിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം ഈ കാലശക്തി എന്ന് പറയുന്നത് അത്രയ്ക്ക് സൂക്ഷ്മമാണ്. പരമാണു ലെവലിലാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഓരോരോ ആറ്റമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റമിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ ആറ്റമിനെ നമ്മുടെ രൂപത്തിൽ നിന്ന് മാറ്റും. നമ്മുടെ ഓർഗന്റെ ഭാഗത്തിൽ നിന്ന് അതിനെ അങ്ങ് അകറ്റും. അതായത് ഈ ചീട്ട് വെച്ച് വലിയൊരു കൊട്ടാരം നിർമ്മിച്ചിരിക്കാന്നിരിക്കട്ടെ, അതിൽ നിന്ന് ഒരു ചീട്ടെടുത്ത് ഞാൻ ടക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാം വീഴും. അതേപോലെയാണ്. ഒന്ന് ആലോചിച്ചു. വലിയ പണക്കാരനൊക്കെ ഭയങ്കര കാശുമൊക്കെ ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും ഒരു രോഗം കൊടുക്കും എന്നുള്ളത്. അവരുടെ ശരീരത്തിലെ ഏതോ ഒരു ഓർഗന്റെ ഒരു പരമാണുവിനെ എടുത്ത് മാറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്. കൃഷ്ണ എത്ര ഡേഞ്ചറാണെന്ന് നോക്ക. അന്നേരം നമ്മുടെ ഈ ശരീരവും വീടും കുടുംബവും എല്ലാം ചീട്ട് വെച്ചുണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരം പോലെ. വലിയൊരു കൊട്ടാരമാണ് നമ്മുടെ, പക്ഷെ എല്ലാം വളരെ നിസ്സാരമായിട്ട് ചീട്ട് വെച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. ഭഗവാന് ഒരു പരമാണു എടുത്താൽ മതി, നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമാണുവിനെ മാറ്റിക്കഴിഞ്ഞാൽ ഹാർട്ടിന്റെ കാര്യം പോക്കാണ്. ഒരു പരമാണു മാറ്റിയാൽ മതി, ആ പരമാണുവിനെ ഒന്ന് ക്യാൻസർ ആക്കി കഴിഞ്ഞാൽ തീർന്നു. ഒന്ന് ആലോചിച്ചു. അന്നേരം ഭഗവാൻ എത്ര ഡേഞ്ചറാണ് നോക്കണേ. പക്ഷെ ഇത്രയ്ക്ക് ശക്തിശാലിയായിട്ടും ഭഗവാൻ അസുരന്മാരെ കൊല്ലാൻ വേണ്ടി നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. എന്തിനു വേണ്ടി? നമ്മളോട് കാരുണ്യം കാണിക്കുകയാണ്. അദ്ദേഹത്തിന് കംസന്റെ ഉള്ളിലെ ഒരു പരമാണുവിനെ മാറ്റിയാൽ മതി, മൊത്തത്തിൽ ആ സ്ട്രക്ചറെ അവിടെ തീരും. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കും ഭഗവാൻ എത്ര പവർഫുൾ ആണ് നോക്കണേ. ഹരേ കൃഷ്ണ. അന്നേരം പരമാണു കാലം ഉണ്ട്, പരമകാലവും ഉണ്ട്. പരമാണു കാലം, പരമകാലം. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതാണ് മൈത്രേഷി പറയുന്നത്. പരമാണു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമാണുവിന്റെ മുകളിൽ കാലശക്തി പ്രവേശിക്കുമ്പോൾ അതിനെ പരമാണു കാലം എന്ന് പറയും. ഇനി പരമകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ എത്ര പരമാണുക്കളുണ്ടോ. ഒരു മാതാജി പറഞ്ഞു, വിഷമിപ്പിക്കാതെ പ്രഭു, ഞാൻ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാനുള്ള ഓട്ടത്തിൽ. ഹരേ കൃഷ്ണ.
ഇത്രയും ആഴത്തിൽ ആരും തന്നെ ചിന്തിക്കുന്നില്ല പ്രഭുജി. അതെ, ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കാൻ നിർബന്ധിപ്പിക്കുകയാണ്. അതാണ് ഭാഗവതം. ഒരു പരമാണു മാറ്റിയാൽ മതി, ഠം, എല്ലാം തീർന്നു എന്നുള്ളതാണ്. ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒന്നും സ്ഥായിയല്ല. നമ്മൾ വലിയ വലിയ ഇപ്പോൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു പരമാണു, അത്രേ ഉള്ളൂ. ഒരു ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ മതി, ഠം, എല്ലാം തീർന്നു. നമ്മുടെ ബ്രെയിനിലെ ഏതെങ്കിലും ഒരു ആറ്റം മാറിയാൽ മതി, ഠം, തീർന്നു. ബ്രെയിൻ ആകെ എന്താ പറയാ, നമ്മുടെ താളമൊക്കെ തെറ്റും എന്നുള്ളതാണ്. താളവട്ടത്തിലെ അവസ്ഥയാവും നമുക്ക്. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ മൈത്രേഷി പറയുന്നത് പരമാണു കാലം, പരമകാലം. അന്നേരം പരമാണു കാലം എന്ന് പറഞ്ഞാൽ ഒരു പരമാണുവിൽ കാലശക്തി പ്രവേശിക്കുന്ന ആ സമയം. ഇനി പരമകാലം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ എത്ര പരമാണുക്കളുണ്ടോ, എല്ലാ ശരീരങ്ങളും, എല്ലാ ചരാചരങ്ങളിലും, എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാ പരമാണുക്കളും കൂടെ ഒന്നിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഓരോ പരമാണുവിലും മൊത്തത്തിൽ കാലശക്തി പ്രവേശിക്കുന്ന സമയം, അതിനെയാണ് പരമകാലം എന്ന് പറയുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു പരമാണു നശിക്കുന്നു, മൊത്തത്തിൽ നമ്മുടെ ഈ ശരീരം പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. അന്നേരം മൊത്തത്തിൽ ഈ പരമാണുക്കൾ, നമ്മുടെ ശരീരമാകുന്ന പരമാണുക്കളെ മൊത്തത്തിൽ നശിപ്പിക്കാൻ എടുക്കുന്ന സമയം, ഇനി ഈ പ്രപഞ്ചത്തിൽ എത്ര പരമാണുക്കളുണ്ടോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാൻ എടുക്കുന്ന സമയം, ഒന്നാലോചിച്ചു. അതിനെയാണ് പരമകാലം എന്ന് പറയുന്നത്. പരമാണുകാലം, പരമകാലം. ഒരു പരമാണുവിനെ നശിപ്പിക്കാൻ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം പരമാണു ഒരിക്കലും നശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ വീണ്ടും മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകകളും എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ രൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അന്നേരം കാലശക്തി രൂപത്തെ മാറ്റിക്കൊണ്ടിരിക്കും. രൂപമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഒരു രൂപം എന്തു വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? പരമാണു വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്നേരം ആ രൂപത്തിലെ പരമാണുവിനെ വേറൊരു രൂപമായിട്ട് കാലശക്തി മാറ്റും. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ധാന്യങ്ങളായിരുന്നു അല്ലേ? അത് കൃഷിസ്ഥലത്ത് അത് ധാന്യങ്ങളായിട്ട് വളർന്നു. പിന്നെ നമ്മൾ അരിയാക്കി, നെല്ല്, അരി, പിന്നെ അത് നമ്മൾ വേവിക്കുന്നു, പിന്നെ അത് നമ്മൾ കഴിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ എനർജിയായിട്ട് മാറുന്നു, ബാക്കി മലമായിട്ട് പുറത്തു പോകുന്നു, അത് വീണ്ടും പ്രകൃതിയിൽ ചേരുന്നു. അന്നേരം പരമാണുവിൻ്റെ രൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അന്നേരം കാലശക്തി എന്താണ് ചെയ്യുന്നത്? രൂപങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അന്നേരം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർ ഒരു കൂട്ടം പരമാണുക്കളെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ ശരീരം ഒരു കൂട്ടം പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അന്നേരം കാലശക്തി തുടർച്ചയായിട്ട് ഈ ഓരോ പരമാണുവിനെയും ഈ രൂപത്തിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഒരു കാലശക്തി ഒരു പരമാണുവിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ്, ഒരു പരമാണുവിനെ ആവരണം ചെയ്യുമ്പോൾ അതിനെ പരമാണു സമയം എന്ന് പറയുന്നു. ഇനി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പരമാണുക്കളിലും കാലശക്തി പ്രവേശിക്കുമ്പോൾ അതിനെ പരമകാലം എന്ന് പറയുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഇപ്പോഴും ഉണ്ടോ? ഒന്നും കൂടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ക്ലോക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ടൈം ബോംബാണ്. ഒരു ടൈം ബോംബ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റമിനും ഒരു ടൈം ബോംബുണ്ട്. ആ ടൈം ബോംബ് കഴിയുമ്പോൾ ആ ആറ്റം പോവും. ഇനി നമ്മുടെ ശരീരത്തിലെ ഓരോ ഓർഗൻസും മൊത്തത്തിൽ ഒരു ടൈം ബോംബ് ഓരോ ഓർഗനുണ്ട്.
എത്ര കാലം കിഡ്നി പ്രവർത്തിക്കണം, എത്ര കാലം ലിവർ പ്രവർത്തിക്കണം, എത്ര കാലം ഹാർട്ട് പ്രവർത്തിക്കണം. അങ്ങനെ ഓരോ ഓർഗനും ഒരു ടൈം ബോംബുണ്ട്. അത് കഴിയുമ്പോൾ ആ ഓർഗൻ പോകും. ഇനി നമ്മുടെ ഈ മൊത്തത്തിൽ ഈ ശരീരമില്ലേ, ഈ മൊത്തത്തിൽ ഈ ശരീരത്തിനൊരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ ഈ ശരീരം പ്രവർത്തനരഹിതമാകും. ഇതിൽ ഏത് ടൈമാണ് ആദ്യം വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ മൊത്തത്തിൽ ഈ ശരീരം പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൊക്കെ അങ്ങനെ തന്നെ കാണും, പക്ഷെ ശരീരം സ്റ്റോപ്പാവും. മൊത്തത്തിൽ ഈ ശരീരം സ്റ്റോപ്പാവും. ഇത് എത്ര പേർക്ക് മനസ്സിലായി? വളരെ ഡേഞ്ചറസ് അല്ലേ? എന്നാലോചിച്ചു. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ ആറ്റമിനും ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ആ ആറ്റം ഈ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കത്തില്ല. ആറ്റം നമ്മളെ വിട്ടു പോകും. അതേപോലെ ഈ ശരീരത്തിനകത്തുള്ള ഓരോ ഓർഗനും ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ ഓർഗൻ ഈ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കത്തില്ല. അതിന് വേറൊരു രൂപത്തിലേക്ക് മാറിയേ പറ്റൂ. ഇനി ഈ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിൻ്റെയും ടൈം കഴിഞ്ഞിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ ഈ ശരീരത്തിൻ്റെ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ശരീരം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. ശരീരം സ്റ്റോപ്പാവും. അതിനെയാണ് മരണം എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനൊരു ടൈമുണ്ട്. എത്ര കാലം ആ സ്ഥലം അങ്ങനെ നിലനിൽക്കണമെന്ന്. നമ്മൾ താമസിക്കുന്ന രാജ്യത്തിനൊരു ടൈമുണ്ട്. നമ്മൾ താമസിക്കുന്ന ജംബൂദ്വീപിനൊരു ടൈമുണ്ട്. സപ്തസമുദ്രങ്ങളും ദ്വീപുകൾക്കും ഒരു ടൈമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? കുറേ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് റോഡ് വരുന്നു, റോഡ് കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. സമയം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഒരു വ്യക്തിയെ നിർബന്ധിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയെ നിർബന്ധിപ്പിക്കും പ്രകൃതിയെ മാറ്റാൻ വേണ്ടി. മൃഗങ്ങളെ പ്രേരിപ്പിക്കും. കൊറോണ വൈറസ് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അന്നേരം സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യരെയും ജീവികളെയും എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുള്ള. ഒരു മാതാജി പറയുന്നത് നമ്മുടെ ജീവിതചര്യയും ടൈമിൻ്റെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. അന്നേരം നമ്മൾ താമസിക്കുന്ന ഭൂമണ്ഡലം, 14 ലോകങ്ങൾ, ബ്രഹ്മാണ്ടം, മൊത്തത്തിൽ എല്ലാ ബ്രഹ്മാണ്ടങ്ങൾ, എല്ലാത്തിനും സമയമുണ്ട്. എത്ര ഡേഞ്ചറസ് ആണല്ലേ? ഇവിടെ പറയുന്നു, പ്രഭുപാദ് പറയുന്നു, ടൈമും സ്പേസും തമ്മിൽ ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിൽ, ഒരു സ്ഥലത്ത് ടൈം എങ്ങനെ ബാധിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരു ടൈം എങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ പൊതുവേ നമ്മൾ ചർച്ച ചെയ്യുന്ന ടൈം, അതായത് നമ്മൾ ഇപ്പോൾ എത്ര സമയമായി എന്ന് പറയുന്നത് സൂര്യൻ്റെ പ്രവർത്തനം അനുസരിച്ച്, സൂര്യൻ എങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പൊതുവേ ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അന്നേരം മോഡേൺ സയൻസ് അനുസരിച്ച് സൂര്യൻ ഒരു ആറ്റമിലേക്ക് പ്രവേശിക്കുന്ന ടൈമിനെയാണ് ആറ്റോമിക് ടൈം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂര്യൻ്റെ ചലനമനുസരിച്ചാണ്. സൂര്യൻ എങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യനെ പോലെ നിയന്ത്രിക്കുന്നത് കാലശക്തിയാണ്. ഓക്കെ, അന്നേരം മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്ലോക്ക്, നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ പല സ്ഥലത്തുമുള്ള ഓരോരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈംസ് ഉണ്ട്. പക്ഷേ ഈ ടൈം എന്ന് പറയുന്നത് പൊതുവേ
സമയത്തെ അളക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ്. അന്നേരം ഈ ക്ലോക്കുകൾക്കോ അപ്പുറത്തായിട്ട് ഒരു ക്ലോക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് കാലശക്തി എന്ന് പറയുന്നത്. ഈ കാലശക്തിയാണ് എല്ലാ ഗ്രഹങ്ങളെയും കറക്റ്റായിട്ട് അവരുടെ ഭ്രമണമണ്ഡലത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കറങ്ങാൻ നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും അവരവരുടേതായിട്ടുള്ള ഓർബിറ്റുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ സൂര്യനും ഒരു ഓർബിറ്റുണ്ട്. അന്നേരം മൊത്തത്തിൽ ഈ സൃഷ്ടി, അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ സംഹാരവും ഇതെല്ലാം മൊത്തത്തിൽ ഒരു കാലശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കണം. അന്നേരം പരമാണു കാലം മുതൽ പരമകാലം വരെ എല്ലാം കാലശക്തിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി അടുത്ത ശ്ലോകം. അണുർദ്വാ പരമാണു സ്യാത് ത്രസരേണ ത്രയാ സ്മൃത ജലാർക്കരശ്മി ആവഗത ഖം ഏവാനുപതന്നാഗത്. അന്നേരം രണ്ട് രീതിയിൽ സമയമുണ്ട്. ഒന്ന് സ്ഥൂല സമയവും സൂക്ഷ്മ സമയവും. അന്നേരം സ്ഥൂലമായിട്ട് സമയത്തെ അളക്കാൻ ഇവിടെ ഒരു വഴി മൈത്രഋഷി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, രണ്ട് പരമാണു ചേരുമ്പോൾ അത് അന്നേരം ഇവിടെ പറയുന്നു, രണ്ട് പരമാണുക്കൾ ചേരുമ്പോൾ അതിനെ ദ്വപരമാണു എന്ന് പറയുന്നു. അതായത് രണ്ട് പരമാണു, അത് നമ്മൾ സയൻസിൽ പഠിച്ചില്ലേ, ഈ മോളിക്യൂൾസും അങ്ങനെ പല രീതിയിലും ആറ്റംസ് ചേർന്ന് 2-3 തരത്തിലാവുന്ന, അതേപോലെ പല പല കോമ്പിനേഷൻസ്, അതേപോലെ ഇവിടെ പറയുകയാണ്. അന്നേരം അതേപോലെ രണ്ട് പരമാണുക്കൾ ചേരുമ്പോൾ അതിനെ ദ്വപരമാണു എന്ന് പറയുന്നു. അതായത് രണ്ട് പരമാണു. അങ്ങനെ 3 പരമാണുക്കൾ ചേരുമ്പോൾ 3 ദ്വപരമാണുക്കൾ. ഒരു പരമാണു, അതാണ് ഒരു വസ്തുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഘടകം. അന്നേരം രണ്ട് പരമാണുക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ അതിനെ ദ്വപരമാണു എന്ന് പറയുന്നു. അങ്ങനെയുള്ള 3 ദ്വപരമാണുക്കൾ ഒന്നിച്ചു വരുമ്പോൾ അതിനെ ത്രിസരേണു എന്ന് പറയുന്നു. ത്രസരേണു എന്ന് പറയുന്നു. ത്രിസരണു എന്ന് പറയുന്നു. ത്രിസരണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പരമാണുക്കൾ അതിനകത്തുണ്ട്. അന്നേരം ത്രിസരേണു എന്ന് പറയുന്നു. അതായത് 6 പരമാണുക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ. അന്നേരം ഈ ത്രിസരേണു, അതായത് 6 അണുക്കൾ 6 പരമാണുക്കൾ ഒന്നിച്ചു ചേരുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എങ്ങനെ? വാതിലെല്ലാം അടച്ചിട്ടിട്ട് ജനലിൻ്റെ ചെറിയൊരു സുഷിരത്തിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഈ ത്രിസരേണുവിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് 6 പരമാണുക്കൾ ചേർന്ന ഒറ്റ സ്ട്രക്ചറിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാൽ ഇവിടെ പറയുന്നു, പരമാണുവിനെ പൊതുവെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ 6 പരമാണുക്കൾ ഒന്നിച്ചു ചേരുമ്പോൾ അവരെ ത്രിസരേണു എന്ന് പറയുന്നു. അന്നേരം സൂര്യപ്രകാശത്തിൽ ഒരു ജനാലയുടെ ഉള്ളിലൂടെ, ഒരു സുഷിരത്തിലൂടെ സൂര്യപ്രകാശം അകത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ത്രിസരേണുവിനെ കാണാൻ പറ്റുമെന്ന് പറയും. അതായത് നമ്മൾ ആ സൂര്യപ്രകാശത്തെ എത്ര പേർക്ക് കണ്ടു കാണും? ഒരു പ്രത്യേകതരം സ്ട്രക്ചർ കാണാൻ പറ്റും. 6 അണുക്കൾ ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെല്ലാവരും അത് കണ്ടു കാണും. അതായത് വാതിലൊക്കെ അടച്ചിട്ടിട്ട് സൂര്യപ്രകാശം ഒരു ജനലിൻ്റെ സുഷിരത്തിനകത്തൂടെ അകത്തോട്ട് വരുന്ന സമയത്ത് ആ സൂര്യപ്രകാശത്തെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെക്സഗോണൽ സ്ട്രക്ചർ, ഹെക്സഗോണൽ എന്ന് പറഞ്ഞാൽ
6 സൈഡുള്ള സ്ട്രക്ചർ. മനസ്സിലായില്ലേ? അന്നേരം ഒരു 6 പരമാണുക്കൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇന്നോ നാളെ എല്ലാവരും ട്രൈ ചെയ്യും, എന്നിട്ട് ഗ്രൂപ്പിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഹരേ കൃഷ്ണ. അന്നേരം പൊതുവെ പരമാണുവിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ 3 ദ്വപരമാണുകൾ ഒന്നിച്ചു ചേരുമ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിൽ അത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനെയാണ് ത്രസരേണു എന്ന് പറയുന്നത്. ഓക്കെ, 6ാമത്തെ ശ്ലോകത്തിൽ ത്രിസരേണു ത്രികം ഭുങ്ക്തേ യ കാല സ ത്രുടി സ്മൃത ഷഡഭാഗസ്തു വേദസ്യ തൈസ്ത്രിഭിസ്തു ലവസ്മൃത. അന്നേരം 3 ത്രിസരേണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിസരേണു എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? 3 ദ്വപരമാണുക്കൾ. ദ്വപരമാണു എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാണു അറിയാമല്ലോ, എന്താണ്? ആറ്റം. ഒരു വസ്തുവിൻ്റെ ഏറ്റവും അവസാനത്തെ ഘടകമാണ് പരമാണു എന്ന് പറയുന്നത്. അന്നേരം 2 പരമാണുക്കൾ ചേരുമ്പോൾ അതിനെ ദ്വപരമാണു എന്ന് പറയുന്നു. അന്നേരം 3 ദ്വപരമാണുക്കൾ ചേരുമ്പോൾ അതിനെ എന്താണ് പറയുന്നത്? ത്രിസരേണു എന്ന് പറയുന്നു. ത്രിസരേണു. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഇനി 3 ത്രിസരേണുകൾ ഒന്നിക്കാൻ എടുക്കുന്ന സമയത്തെ ത്രുടി എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? 3 ത്രിസരേണുക്കൾ ഒന്നിക്കാൻ എടുക്കുന്ന സമയത്തെ ത്രുടി എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? 3 ത്രിസരേണുക്കൾ ഒന്നിക്കാൻ എടുക്കുന്ന സമയത്തിനെ ത്രുടി എന്ന് പറയുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സ്വാമിജി പറയുന്നതെന്ന് ചിന്തിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഓ ഇതാണല്ലേ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഇത് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? പരമാണു മനസ്സിലായി. 2 പരമാണു ചേരുമ്പോൾ അതിനെ ദ്വപരമാണു എന്ന് പറയുന്നു. 3 ദ്വപരമാണു ചേരുമ്പോൾ അതിനെ ത്രിസരേണു എന്ന് പറയുന്നു. ഇനി 3 ത്രിസരേണു ചേരുമ്പോൾ അതിനെ ത്രുടി എന്ന് പറയുന്നു. 100 ത്രുടി ചേരുമ്പോൾ അതിനെ വേദ എന്ന് പറയുന്നു. 100 ത്രുടി എന്ന് പറയുമ്പോൾ എന്താണ്? വേദ. 3 വേദം ചേരുമ്പോൾ അതിനെ ലവ എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? 3 ത്രുടി ചേരുമ്പോൾ അതിനെ 100 ത്രുടി ചേരുമ്പോൾ അതിനെ വേദ എന്ന് പറയുന്നു. 3 വേദ എന്ന് പറയുമ്പോൾ അതിനെ ലവ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ത്രിസരേണു എത്രയാണ്? 6 പരമാണുക്കൾ ഒന്നിക്കുമ്പോൾ 3 ദ്വപരമാണുക്കൾ ചേരുമ്പോൾ അതിനെ ത്രിസരേണു എന്ന് പറയുന്നു. 3 ത്രിസരേണുകൾ ഒന്നിക്കുമ്പോൾ അതിനെ ത്രുടി എന്ന് പറയുന്നു. ഇത് ഒരു നോട്ട്സ് എഴുതി ഒരു ചാർട്ടാക്കി നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. അന്നേരം 3 ത്രിസരേണു ചേരുമ്പോൾ എന്താവും? അതിനെ ത്രുടി എന്ന് പറയുന്നു. 100 ത്രുടി ചേരുമ്പോൾ അതിനെ വേദ എന്ന് പറയുന്നു. വേദ. ഓക്കെ, അങ്ങനെ 3 വേദ ചേരുമ്പോൾ ലവ മാത്ര സാധു സംഘ. ലവ, അതായത് നമ്മൾ സെക്കൻഡിനും താഴെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈക്രോ സെക്കൻഡ് ലെവലിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അന്നേരം 3 സമയത്തെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ സമയത്തെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വർഷം, മാസം, ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്. ഈ സെക്കൻഡിൻ്റെയും താഴെയുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുവെ മൈക്രോ സെക്കൻഡ്, മില്ലി സെക്കൻഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇവിടെ പറയുകയാണ്. അന്നേരം ഇവിടെ പറയുന്നത് 3 ത്രിസരേണുകൾ ഒന്നിക്കാൻ എടുക്കുന്ന സമയത്തെയാണ് ത്രുട്ടി എന്ന് പറയുന്നത്. അതായത് സമയത്തിൻ്റെ ഏറ്റവും ചെറിയ കാൽക്കുലേഷൻ. സൂക്ഷ്മ കാൽക്കുലേഷൻ അല്ല പറയുക. സൂക്ഷ്മ കാൽക്കുലേഷൻ എന്താ പറഞ്ഞത്? കാലശക്തി ഒരു പരമാണുവിൽ പ്രവേശിക്കുന്ന സമയത്തെയാണ് പരമാണു കാല എന്ന് നമ്മൾ പറയുന്നത്. എന്നിട്ട് സമയത്തിൻ്റെ ഏറ്റവും വലിയ കാൽക്കുലേഷൻ എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പരമാണുക്കളിലും കാലശക്തി പ്രവേശിക്കുന്ന സമയം, അതിനെയാണ് പരമകാല എന്ന് പറയുന്നത്. ഇതാണ് സൂക്ഷ്മ ലെവലിലുള്ള കാലശക്തി. പക്ഷെ നമ്മൾ കാലശക്തിയെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം നമ്മൾ ആറ്റോമിക് ടൈമൊന്നും ചർച്ച ചെയ്യാറില്ല. നമ്മൾ എന്താണ് മിനിറ്റ്സ്, സെക്കൻഡ്സ്, അവേഴ്സ് അല്ലേ, അതിനനുസരിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്നേരം അതേപോലെ വേദങ്ങളിൽ, ശാസ്ത്രങ്ങളിൽ സമയത്തെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവരും ബോധം കേട്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അന്നേരം ഇവിടെ പറയുന്നു 3 പരമാണു എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെപ്പോഴും ഒന്നിച്ചിട്ട് ഒരു രൂപം തയ്യാറാവും. ഇപ്പം നമ്മുടെ ഈ ശരീരത്തെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പരമാണു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക, ആറ്റം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആറ്റമാണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും ആറ്റംസാണ്. എല്ലാ ആറ്റംസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. എല്ലാ വസ്തുവകളും ആറ്റംസിൻ്റെ പല പല രൂപങ്ങളാണെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത് 3 ത്രിസരേണുകൾ. 3 ത്രിസരേണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രിസരേണു എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യപ്രകാശത്തെ നമ്മൾ കാണുമ്പോൾ 6 ആറ്റംസ് ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്ന് പറയും. നമ്മളത് കണ്ടിട്ടുമുണ്ട്, ചില വ്യക്തികൾ കണ്ടിട്ടില്ല. ഇനി കാണാൻ ശ്രമിക്കുക മഴക്കാലം കഴിയുമ്പോൾ. അന്നേരം 3 ത്രിസരേണുകൾ. ത്രിസരേണു എന്ന് പറയുമ്പോൾ 6 പരമാണുവിൻ്റെ ഒരു കോമ്പിനേഷൻ. 6 പരമാണു ഒന്നിക്കുമ്പോൾ അതിനെ ത്രിസരേണു എന്ന് പറയുന്നു. അന്നേരം 3 ത്രിസരേണുകൾ ഒന്നിക്കാൻ, ഒരു ത്രിസരേണു, രണ്ടാമത്തെ ത്രിസരേണു, മൂന്നാമത്തെ ഇത് 3ഉം കൂടെ ഒന്നിക്കാൻ എടുക്കുന്ന സമയം, അതിനെ ത്രുട്ടി എന്ന് പറയുന്നു. അതായത് 1 മണിക്കൂറിൽ എത്ര മിനിറ്റാണ് ഉള്ളത്? 60 മിനിറ്റ്. 1 മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? 60 സെക്കൻഡ്സ്. അതേപോലെ 60 സെക്കൻഡ് ചേരുമ്പോൾ 1 മിനിറ്റായി. 60 മിനിറ്റ് ആകുമ്പോൾ 1 മണിക്കൂറായി. 24 മണിക്കൂറാകുമ്പോൾ 1 ദിവസമായി. അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇപ്പം ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഇവിടെ പറയുന്നത് 3 ത്രിസരേണുകൾ ഒന്നിക്കാൻ എടുക്കുന്ന സമയത്തെ ത്രുട്ടി എന്ന് പറയുന്നു. ഓക്കെ, 100 ത്രുട്ടി ആകുമ്പോൾ അതിനെ വേദ എന്ന് പറയുന്നു. 100 ത്രുട്ടി. ത്രുട്ടി എന്ന് പറഞ്ഞാൽ ത്രുട്ടി, അത്രേ ഉള്ളൂ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അതേപോലെ സെക്കൻഡ്, മിനിറ്റ്, അവേഴ്സ് നമ്മൾ പറയാറില്ല. മിനിറ്റ്, മണിക്കൂർ എന്നൊക്കെ പറയത്തില്ല. അതേപോലെ അന്നേരം 3 ത്രിസരേണു ചേരാൻ എടുക്കുന്ന സമയത്തെ ത്രുട്ടി എന്ന് പറയുന്നു. 100 ത്രുട്ടി ചേരുമ്പോൾ അതിനെ വേദ എന്ന് പറയുന്നു. 3 വേദ ചേരുമ്പോൾ അതിനെ ലവം എന്ന് പറയുന്നു. ലവം എന്താണ്? ലവം. ഓക്കെ, ഇനി നിങ്ങളെ കൂടുതൽ ഭ്രാന്ത് പഠിപ്പിക്കാനായിട്ട് പ്രഭുപാജി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു സെക്കൻഡിനെ 1687.5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു സെക്കൻഡിനെ 1687.5 ആയിട്ട് ഹരിക്കുമ്പോൾ അതിനെയാണ് ത്രുട്ടി എന്ന് പറയുന്നത്. ലവം മിനിറ്റ് ആണോ? എന്താണ് പ്രോജി? ഇവിടെ സെക്കൻഡ്സിനും താഴെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 സെക്കൻഡ് അല്ല, 1 സെക്കൻഡിൻ്റെ അകത്താണ് നമ്മൾ പോകുന്നത്.
നമ്മൾ സമയം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 60 സെക്കൻഡ് 1 മിനിറ്റ്. നമ്മൾ 1 സെക്കൻഡ് മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ പറയുന്നതിന് മുമ്പേ 1 സെക്കൻഡ് കഴിഞ്ഞു. ഇങ്ങനെ 1 2 3 ഇങ്ങനെ സെക്കൻഡ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സെക്കൻഡിനും താഴെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സെക്കൻഡ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ്. 1 മണിക്കൂർ 60 മിനിറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. 1 മിനിറ്റിൻ്റെ അകത്ത് 60 സെക്കൻഡ് ഉണ്ട്. മനസ്സിലാവുന്നു? അന്നേരം ഇനി സെക്കൻഡിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ത്രുട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് ഈ ത്രുട്ടി എന്ന് പറയുന്നത്? 1 സെക്കൻഡിനെ 1687.5 ആയിട്ട് ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോഴാണ് ഒരു ത്രുട്ടി എത്രയാണെന്ന്. ഒരു ത്രുട്ടിയെ 1/1687.5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ത്രുട്ടിയെ കിട്ടും. അങ്ങനെ 100 ത്രുട്ടി ചേരുമ്പോൾ ഒരു വേദ എന്നായി. 100 ത്രുട്ടിയാകുമ്പോൾ ഒരു വേദയായി. 3 വേദയാകുമ്പോൾ ഒരു ലവമായി. ലവം എന്ന് പറയുന്നതും 1 സെക്കൻഡിന് താഴെയാണ്. എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നിമിഷേസ് ത്രിലവോ ജ്ഞേയ ആമ്നതസ്തേ ത്രയക്ഷണ ക്ഷണാൻ പഞ്ചവിദു കഷ്ടം ലഘു ത ദശ പഞ്ചച. റെഡി? എല്ലാം റെഡി? അടുത്ത ഞെട്ടാൻ. ഓക്കെ, ലവം എത്രയാണ്? ലവം? പറയൂ, എത്രയാണ് ലവം? പെട്ടെന്ന് പറയൂ. a+b². ഒരു ലവം എന്ന് പറയുന്നത് 100 ത്രുട്ടി. ഓക്കെ, സോറി, ഒരു ലവം എന്ന് പറയുന്നത് 3 വേദ അല്ലേ? 3 വേദമാണ് ഒരു ലവ. ഇനി ഒരു വേദം എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വേദം എന്ന് പറയുന്നത് എത്രയാ? 100 ത്രുട്ടി. എന്നിട്ട് ഒരു ത്രുട്ടി എന്താണ്? ത്രുട്ടിയെ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ത്രുട്ടി ഇംഗ്ലീഷിലില്ല എൻ്റെ പ്രഭുജി. ഇത് നമ്മൾ ഭാഗവതമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലെ കാൽക്കുലേഷൻ മൈക്രോ സെക്കൻഡ്, മില്ലി സെക്കൻഡ് ഇതൊക്കെയാണ്. നമ്മൾ ഭാഗവത്തിൻ്റെ ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, 1 സെക്കൻഡിനെ 1687 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സംഖ്യയാണോ കിട്ടുന്നത് അതാണ് ഒരു ത്രുട്ടി. ഇനി അതിന് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ തന്നെ ഒരു പേര് കൊടുക്കുക. ഓക്കെ, ഒരു ത്രുട്ടി എന്ന് പറഞ്ഞാൽ 3 ത്രിസരേണുക്കൾ. ത്രിസരേണു എന്ന് പറഞ്ഞാൽ 6 പരമാണുക്കൾ ഒന്നിച്ച് ചേർന്നിരുന്നത്. ഓക്കെ, അന്നേരം 3 ത്രിസരേണു ചേരുമ്പോൾ അതിനെ ത്രുട്ടി എന്ന് പറയുന്നു. 100 ത്രുട്ടി ചേരുമ്പോൾ ഒരു വേദമായി. 3 വേദം ചേരുമ്പോൾ ഒരു ലവമായി. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അന്നേരം ഒരു ലവയിൽ എത്ര വേദമുണ്ട്? ഒരു ലവയിൽ എത്ര വേദമുണ്ട്? 3 വേദം. ഒരു വേദയിൽ എത്ര ത്രുട്ടിയുണ്ട്? 100 ത്രുട്ടി. ഒരു ത്രുട്ടിയിൽ എന്താണ്? 3 ത്രിസരേണുക്കൾ. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി 3 ലവം ചേരുമ്പോൾ എത്രയാ? 3 ലവങ്ങൾ ചേരുമ്പോൾ ഒരു നിമിഷമായി. നമ്മൾ പറയാം ഒരു നിമിഷം. അന്നേരം ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിമിഷം എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ലവമാണ്. 3 ലവം ചേരുമ്പോൾ ഒരു നിമിഷമായി. നമ്മളെപ്പോഴും എന്താ വിചാരിക്കുന്നത്? നിമിഷം എന്ന് പറഞ്ഞാൽ മിനിറ്റ് എന്നാണ് വിചാരിക്കുന്നത്. നിമിഷം എന്ന് പറയുന്നത് മിനിറ്റിനും താഴെയാണ്. എങ്ങനെ? അതാണ് ഇനി അടുത്ത പറയുന്നത്. 3 ലവം ചേരുമ്പോൾ എത്രയായി? ഒരു നിമിഷമായി. എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? വേദങ്ങളെല്ലാം ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഓരോന്നും ഗ്രഹങ്ങളുടെ മൂവ്മെന്റ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ത്രുട്ടി ലെവലിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൈക്രോ സെക്കൻഡ്സ്. ഏറ്റവും ചെറിയ രീതിയിലാണ് ഋഷിമാർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട്, മൈക്രോ സെക്കൻഡ് കൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകും. ഓക്കെ, അന്നേരം 3 ലവം ചേരുമ്പോൾ എന്തായി? ഒരു നിമിഷമായി. 3 നിമിഷങ്ങൾ ചേരുമ്പോൾ ഒരു ക്ഷണം. 3 നിമിഷങ്ങൾ ചേരുമ്പോൾ ഒരു ക്ഷണം. 5 ക്ഷണങ്ങളാകുമ്പോൾ ഒരു കാഷ്ടമായി. എന്നിട്ട് 15 കാഷ്ടമാകുമ്പോൾ ഒരു ലഘുവായി. അന്നേരം ഇവിടെ പ്രഭുപാദ്ജി പറയുന്നു, കാൽക്കുലേഷൻ അനുസരിച്ച് ലഘു എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണെന്ന് പറയുന്നു. ലഘു എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 മിനിറ്റ്. ഹരേ കൃഷ്ണ. അന്നേരം ഒരു ലഘു എന്ന് പറയുമ്പോൾ എത്രയാ? 2 മിനിറ്റ്. 2 മിനിറ്റിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്! ഇതെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റൂല. ലഘു, നമ്മൾ നിമിഷം എന്ന് പറയുമ്പോൾ എത്ര ചെറുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഒരു ലവം എന്ന് പറയുമ്പോൾ എന്താണ്? 3 വേദം. ഒരു വേദം എന്ന് പറയുമ്പോൾ 100 ത്രുട്ടി. ഒരു ത്രുട്ടി എന്ന് പറയുമ്പോൾ 3 ത്രിസരേണുക്കൾ. ഒരു ത്രിസരേണു എന്ന് പറയുമ്പോൾ 6 പരമാണുക്കൾ ഒന്നിച്ച് നിൽക്കുന്നതിനെ ത്രിസരേണു എന്ന് പറയുന്നു. ഇത് ക്ലിയർ ആയല്ലോ? എല്ലാം പോയ. എന്തായാലും ലവം ഓർമ്മയുണ്ടല്ലോ. അന്നേരം 3 ലവം ചേരുമ്പോൾ ഒരു നിമിഷമായി. 3 നിമിഷം ചേരുമ്പോൾ ഒരു ക്ഷണമായി. 5 ക്ഷണം ചേരുമ്പോഴത്തേക്ക് ഒരു കാഷ്ടമായി. 15 കാഷ്ടമാകുമ്പോൾ ഒരു ലഘുവായി. ഒരു ലഘു എന്ന് പറയുന്നത് ഏകദേശം 2 മിനിറ്റാണ് എന്ന് പറയുന്നു. ഒരു ലഘു എത്രയാ? 2 മിനിറ്റ്. അന്നേരം ഈ 2 മിനിറ്റിൻ്റെ ഇടയിൽ എത്ര ത്രിസരേണുക്കൾ ഒന്നിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 മിനിറ്റിനുള്ളിൽ എത്ര ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ചിന്തിക്കൂ. 2 മിനിറ്റിനുള്ളിൽ എത്രയോ ആറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ലോകം എത്രയോ മാറുന്നു 2 മിനിറ്റിനുള്ളിൽ. നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് ഓരോ സെക്കൻഡുകൾ കളയുന്നത്. മണിക്കൂറുകൾ വെറുതെ കളയുന്നുള്ളതാണ്. നാമവും ജപിക്കത്തില്ല. നിങ്ങളെക്കുറിച്ചല്ല, വേറെ പുറത്തുള്ള നമ്മളെക്കുറിച്ചാണെങ്കിൽ പോലും നമുക്ക് ഇനിയും കൂടുതൽ ജപിക്കാൻ സമയമുണ്ട്, പക്ഷെ ജപിക്കത്തില്ല. ഇനിയും കൂടുതൽ വായിക്കാൻ പറ്റും, പക്ഷെ എന്നിട്ടും വായിക്കത്തില്ല. ഭഗവാന് വേണ്ടി സേവനം ചെയ്യാനും സമയമുണ്ട്, പക്ഷെ കളയത്തില്ല. നമ്മൾ പറയും സമയമില്ല സ്വാമിജി, എന്ത് ചെയ്യാനാ, സമയമില്ല. സമയം ഇങ്ങനെ അടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നതെന്ന് അറിയാം. നമ്മൾ എത്രയോ മിനിറ്റുകളാണ് വെറുതെ കളയുന്നത്. മിനിറ്റുകളോ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ വെറുതെ കളയുകയാണെന്നുള്ളത്. വെറുതെ കളയുകയാണ്. ഇവിടെ 2 മിനിറ്റിനുള്ളിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ഇത് ഏറ്റവും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ലഘുവും ലവ അതൊക്കെ ഓർമ്മയില്ലെങ്കിലും നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഓരോ സെക്കൻഡ് എന്തെങ്കിലും നമുക്കറിയാമല്ലോ. മിനിറ്റും അറിയാമല്ലോ, മണിക്കൂറും അറിയാം, ദിവസവും അറിയാം, വർഷവും അറിയാം. അതുകൊണ്ട് എത്രയോ സെക്കൻഡുകൾ നമ്മുടെ പോയി, എത്രയോ മണിക്കൂറുകൾ നമ്മുടെ പോയി, എത്രയോ ദിവസങ്ങൾ പോയി, എത്രയോ വർഷങ്ങൾ നമ്മുടെ പോയി. ഇനിയുള്ള ഓരോ വർഷവും, ഇനിയുള്ള ഓരോ മാസവും, ഇനിയുള്ള ഓരോ ദിവസവും, ഇനിയുള്ള ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും, ഓരോ സെക്കൻഡുകളും ഭഗവാന് വേണ്ടി ആയിരിക്കണം എന്നൊരു തീരുമാനമെടുക്കണം. ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും അറിയാൻ, സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്.
അല്ലാതെ ലവ, ലഘു ഇതൊന്നും ഓർത്തില്ലെങ്കിലും ത്രുട്ടി ഇതൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു ഇത്രയും പ്രിസൈസ് ആയിട്ടാണ്, സൂക്ഷ്മമായിട്ടാണ് ഋഷിമാർ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാലം എങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, പുറം ലോകത്തെ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെ എത്ര മണിക്കൂറുകളാണ് വാചകടിച്ച് തീർക്കുന്നത്, എത്ര ടൈമാണ് അവർ വേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അവരെ പോലെ ആകരുത്. ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ എത്ര മാറ്റങ്ങൾ സംഭവിക്കുമെന്നറിയാം. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ടൈം ഈസ് വെരി പ്രഷ്യസ്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങി തീർക്കരുത്, വെറുതെ ഇരുന്ന് തീർക്കരുത്. നന്മ ചെയ്യുക, ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുക. ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുക, മറ്റുള്ളവരെ നന്നാവാനുള്ള അവസരം കൊടുക്കുക. എന്താണ് നന്നാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കാമം, ക്രോധം, മോഹം, ലോഭം, മതമത്സരാദികൾ മാറ്റുക. ഭഗവാന്റെ അടുത്തേക്ക് വ്യക്തികളെ അടുപ്പിക്കുക. അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം. അല്ലെങ്കിൽ എല്ലാവരും അവരുടെ സമയം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ. അന്നേരം സയൻസ് സ്റ്റുഡൻസിന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇതിലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഓരോ കാര്യങ്ങളും സെക്കൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ട്രൈ ചെയ്യാം. അതായത് ഇപ്പോൾ 3 ത്രിസരേണുക്കൾ ചേരുമ്പോഴാണ് ഒരു ത്രുട്ടി എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അന്നേരം ഒരു ത്രുട്ടി എന്ന് പറയുമ്പോൾ പ്രഭുപാദി പറയുന്നു, ഒരു സെക്കൻഡിനെ 1687.5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതാണ് ഒരു ത്രുട്ടി എന്ന് പറയുന്നു, ഇൻ ടേംസ് ഓഫ് സെക്കൻഡ്സ്. അങ്ങനെ ഓരോന്നിനെയും നിങ്ങൾ കൺവേർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ത്രുട്ടി എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്, ഒരു വേദ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്, ഒരു ലവ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്, ഒരു നിമിഷം എന്ന് പറയുന്ന എത്ര സെക്കൻഡാണ്, പിന്നെ ക്ഷണം എത്ര സെക്കൻഡാണ്, ഒരു കാഷ്ടം എത്ര സെക്കൻഡാണ്, ഒരു ലഘു എത്ര സെക്കൻഡാണ്. സെക്കൻഡ്സിലും മിനിറ്റ്സിലും കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ചെയ്യണം. ആർക്കാണ് പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യൂ. നല്ലൊരു സർവീസ് ആയിരിക്കും. അന്നേരം റെഫറൻസിന് വേണ്ടി 3ാമത്തെ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 4, 5, 6 ശ്ലോകങ്ങൾ. ഓക്കെ, എന്നിട്ട് ഇത് നമ്മുടെ ഗോൾഡ് മെമ്പേഴ്സ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ മുന്നോട്ടും കൂടെ നമുക്ക് എടുക്കാം ഒരു ശ്ലോകം കൂടെ. ലഘൂനി വൈ സമാനഥ ദശപഞ്ച ച നാടിക തേ ദ്വേ മുഹൂർത്ത പ്രഹര ഷഡ്യമ സപ്തവ നൃണം. ഇനി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും. 15 ലഘു ചേരുമ്പോൾ ഒരു നാഴിക. നാട്ടിൽ നാഴിക എന്ന് പറഞ്ഞ് പറയുന്നത് ആക്ച്വലി നാടിക എന്നാണ്, ഡ എന്നാണ്. ഓക്കെ, 15 ലഘു ചേരുമ്പോൾ ഒരു നാഴിക. ഇപ്പം മനസ്സിലായല്ലോ, ഈ വാക്ക് എല്ലാവർക്കും അറിയാം അല്ല. ജ്യോത്സ്യന്മാർ എപ്പോഴും നാഴിക 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 എന്ന് പറയുന്നത്. അന്നേരം ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 15 ലഘു ചേരുമ്പോഴാണ്. 15 ലഘു എന്ന് പറയുമ്പോൾ എന്താണ് ഓർമ്മയുണ്ടോ? ഒരു ലഘു എത്ര മിനിറ്റാണ് ഓർമ്മയുണ്ടോ? 2 മിനിറ്റ്. ഓക്കെ, 15 ലഘു എന്ന് പറയുമ്പോൾ ഒരു നാഴിക. ഓക്കെ, അന്നേരം എത്ര മിനിറ്റായി? 30 മിനിറ്റ് ഏകദേശം. അതാണ് ഒരു നാഴിക എന്ന് പറയുന്നത്. എപ്പടി ഇരിക്ക? ഇപ്പം ഈസി ആയില്ലേ? ഇപ്പം ഈസി ആയില്ലേ? അന്നേരം ഒരു ലഘു എന്ന് പറയുമ്പോൾ ഏകദേശം 2 മിനിറ്റ്. അന്നേരം ഒരു നാഴിക എന്ന് പറയുന്നത് 15 ലഘു ചേരുമ്പോഴാണ്. അന്നേരം ഒരു നാഴിക എന്ന് പറയുമ്പോൾ ഏകദേശം 30 മിനിറ്റ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതാണ് വേദിക് വേ ഓഫ് കാൽക്കുലേഷൻ. അന്നേരം അവർക്ക് ക്ലോക്കിൻ്റെ ആവശ്യമില്ല, വാച്ചിൻ്റെ ആവശ്യമില്ല. സൂര്യൻ്റെ ചലനം അനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തെ ആൾക്കാർക്ക് സമയം നോക്കേണ്ട ആവശ്യമില്ല. ഒരു നാഴിക തെറ്റത്തില്ല. എന്തുകൊണ്ട്? അത്രയ്ക്ക് സൂപ്പർ ബ്രെയിനാണ് അവരുടെ. ഭയങ്കര പവർഫുൾ തിങ്കിങ് ആണ് അവരുടെ. അവരുടെ ശരീരം ഒരു ക്ലോക്കാണ്. അവർക്ക് പ്രത്യേകിച്ച് വേറൊരു ക്ലോക്കിൻ്റെ ആവശ്യമില്ല.
അല്ലേ? ഇതാണ് മനസ്സിലായത്. അന്നേരം 15 ലഘു ചേരുമ്പോൾ ഒരു നാഴികയായി. ഇനി ഈ നാഴികയെ ദണ്ഡ എന്നും പറയുന്നു. ഒരു നാഴികയെ ദണ്ഡ എന്നും പറയും. ദണ്ഡ അല്ലെങ്കിൽ നാഴിക. 2 ദണ്ഡ ചേരുമ്പോൾ ഒരു മുഹൂർത്തമായി. ഒരു മുഹൂർത്തം, നല്ല മുഹൂർത്തം നോക്കി പറയുക എന്ന് പറയുമ്പോൾ 2 നാഴിക, 2 ദണ്ഡ, 1 മണിക്കൂർ. 1 മണിക്കൂറിനെയാണ് ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. ഓക്കെ, 24 മണിക്കൂറിൽ ഏത് മണിക്കൂറാണ് ഏറ്റവും ശുഭം? അതാണ് ഒരു മുഹൂർത്തം. ക്ലിയർ? ഓക്കെ. ഇനി 6 ദണ്ഡ ചേരുമ്പോൾ ഒരു ദിവസത്തിന്റെ കാൽഭാഗം തീർന്നു. കറക്റ്റ് അല്ലേ? 6 മണിക്കൂർ. ഓക്കെ. 2 നാഴിക ചേരുമ്പോൾ ഒരു മുഹൂർത്തമായി. അങ്ങനെ ഒരു 6 7 മണിക്കൂർ ആകുമ്പോൾ ഒരു ദിവസത്തിൻ്റെയോ രാത്രിയുടെയോ കാൽഭാഗം തീർന്നു. അത്രയേ ഉള്ളൂ. സിമ്പിൾ. ഇതിനകത്ത് എന്തോ ഇത്ര പേടിക്കാതിരിക്കുന്നു? അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളിങ്ങനെ സൂര്യനെ അളന്നുകൊണ്ട് സമയം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനല്ല. ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പകൽ മുതൽ രാത്രി വരെ ഇരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സമയം അറിയാം, കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം എന്തായാലും നമുക്ക് ക്ലോക്കും എല്ലാം ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, സമയത്തെ സദുപയോഗം ചെയ്യുക. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ സെഷൻ പെരുത്തിഷ്ടമായെന്നറിയാം. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ടേബിളായിട്ട് ആരെങ്കിലും ഇത് സെക്കൻഡ്സ് മിനിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അന്നേരം വളരെ ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? നമ്മുടെ സമയം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാലശക്തി എല്ലാത്തിനും ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ കുട്ടികൾക്ക് അച്ഛാ അമ്മ ഇതെന്തോ നാഴിക കിഴിക എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു കൊടുക്കണം. ത്രിസരേണുക്കൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അല്ലെങ്കിൽ അവരിതൊക്കെ കേട്ട് ഈ നാഴിക കിഴിക എന്തുവാണ്, ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടുകളാണ്. അന്നത്തെ ആൾക്കാരെ ഇവിടെ ആറ്റംസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്നാലോചിച്ച് നോക്കും, നമ്മൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എങ്കിലേ നമ്മുടെ സംസ്കാരമായിട്ട് നമ്മുടെ കുട്ടികളെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മുടെ സംസ്കാരത്തിലുള്ള വിശ്വാസം കുട്ടികൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ കുട്ടികൾ വിദേശികളെ പോലെ വളരും. അവർക്ക് ഒരു സംസ്കാരം കാണത്തില്ല, കുടുംബമായിട്ടൊരു ബന്ധം കാണത്തില്ല, ബഹുമാനിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ പൂർവികർ ഇതൊക്കെ മനസ്സിലാക്കിയവരായിരുന്നു. പക്ഷേ പിന്നെ ഈ അറിവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാം ശ്രീമദ് ഭാഗവത്തിലുണ്ട്. വ്യാസമഹർഷിയുടെ കാരുണ്യത്താൽ, മഹർഷിമാരുടെ, മൈത്ര ഋഷിയുടെയും വിതുരരുടെയൊക്കെ കാരുണ്യത്താൽ, ശുകദേവ ഗോസ്വാമിയുടെയും പരീക്ഷത്ത് മഹാരാജിൻ്റെയും ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ പ്രഭുപാദജി അതൊക്കെ നമുക്ക് തർജ്ജിമ ചെയ്ത് നൽകുന്നു. ഗുരു മഹാരാജ് ഈ ഒരു ഗുരു പരമ്പരയോട് നമ്മളെപ്പോഴും നന്ദി പറയുക. വളരെ അമൂല്യമായിട്ടുള്ള അറിവുകളാണ്. ആ അറിവുകൾ നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓരോ സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താ? ഇന്നത്തെ സത്സംഗം നമ്മൾ പഠിക്കേണ്ടത് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ നിമിഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ സമയത്തെ സദുപയോഗം ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗം പഠിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഉച്ചയ്ക്ക് ഗർഭപാതം ഉണ്ടായിരിക്കും കേട്ടോ. ഗർഭഭാഗവതം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറ്റുന്ന ഭക്തർ ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടേബിൾ തയ്യാറാക്കി
ഇന്നത്തെ ഗ്രൂപ്പിലിടുക കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയത്തെ സദുപയോഗം ചെയ്യാം. അല്ല, ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ലൈവിൽ വരുന്നതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ സദുപയോഗം ചെയ്യാൻ തീരുമാനമെടുത്തു. അതിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.